ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ നൂഡിൽസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് കുട്ടികൾ വാശി പിടിക്കുമ്പോൾ നമുക്ക് നൂഡിൽസിൻ്റെ ടേസ്റ്റിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അതിനായി ഒരു ബൗളിലേക്ക് 2 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഗോതമ്പ് ദോശ ചുടാനുള്ള പരുവത്തിൽ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും പാനിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കാം. നല്ലതുപോലെ കട്ടി കുറച്ച് ചുടാനായി ശ്രദ്ധിക്കണം. ഇപ്പോൾ ദോശയെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നൂഡിൽസിൻ്റെ രൂപത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, 3 പച്ചമുളക്, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് ഈ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാപ്സിക്കവും 1 ടീസ്പൂൺ സോയാ സോസും ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് നൂഡിൽസാക്കി മാറ്റി വെച്ച് നമ്മുടെ ഗോതമ്പ് ദോശ ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം മല്ലിയിലയും കുറച്ച് ഉലുവയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഉലുവയിലയും സോയാ സോസും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നൂഡിൽസിനേക്കാളും ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ഹോം മെയ്ഡ് നൂഡിൽസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.